വെൽക്കം ടു വിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ചെറിയതും എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഹിന്ദിയിൽ ദിവസങ്ങൾ എങ്ങനെയാണ് പറയുന്നത്. അപ്പം അറിയാത്ത ഒരു വീഡിയോ കാണുക. ഓക്കെ, ശരി. ആദ്യം തന്നെ സോമവാർ. സോമവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ കേട്ടോ, തിങ്കൾ. സോമവാര, സോമവാർ, മൺഡേ. ഇനി ട്യൂസ്ഡേ. ട്യൂസ്ഡേന് എന്താ പറയുക? മംഗൾവാർ. മംഗൾവാർ, ട്യൂസ്ഡേ. ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ചൊവ്വ അല്ലേ? ശരി. ഇനി അടുത്തതാണ് ബുധവാർ. ബുധവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനസ്ഡേ. വെനസ്ഡേ, ബുധവാർ, ബുധൻ. ഓക്കെ, ശരി. അടുത്തതാണ് ഗുരുവാർ. ഗുരുവാർ എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ. ഓക്കെ, വ്യാഴം. ഗുരുവാർ, തേഴ്സ്ഡേ. ഇനി ഫ്രൈഡേ. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ശുക്രവാർ. ശുക്രവാർ, ശുക്രവാർ, ഫ്രൈഡേ, വെള്ളി. ശരി. ഇനി എന്താണ്? സാറ്റർഡേ അല്ലേ? ശനിവാർ. ശനിവാർ, ശനിവാർ, സാറ്റർഡേ, ശനി. ഓക്കെ. ഇനിയാണ് സൺഡേ. സൺഡേനെ പറയുന്നത് രവിവാർ എന്നാ കേട്ടോ. രവിവാർ, സൺഡേ. ഓക്കെ, ഞായർ. ശരി. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം കേട്ടോ. സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ, രവിവാർ. ഇനി ഇതിൽ ചിലതിനൊക്കെ വേറെ വാക്കുകളും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത്തുവാർന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ട. ചിലതിനെ മാത്രം രണ്ട് വാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഹിന്ദിയിൽ നമ്മൾ ദിവസങ്ങളെ പറയുന്നത്, സൺഡേ മൺഡേനെ. ഓക്കെ, ശരി. അപ്പൊ അറിയാത്തവർക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസുകൾ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.